ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് പരിപൂർണമല്ലെന്ന് പ്രതിപക്ഷം. മുൻ വർഷങ്ങളിലെ ആവർത്തനം മാത്രമാണ് ബജറ്റിൽ കാണാൻ കഴിയുന്നതെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. എന്നാൽ സർവ്വ മേഖലയെയും സ്പർശിക്കുന്ന ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷ കൗൺസിലർമാരും പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷമാണ് ചർച്ച നടന്നത്. ആദ്യം സംസാരിച്ച മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീജ് സർവ്വമേഖലയെയും സ്പർശിക്കുന്ന ജനകീയ ബജറ്റാണ് ഈ ഭരണസമിതി അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്നും പിറകോട്ട് നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഓരോ മനുഷ്യരെയും തൊട്ട് തലോടുന്ന രീതിയിലുള്ള ഒരു വാർഷിക ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കപ്പെട്ടത്. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ബജറ്റ് പരിപൂർണമല്ലെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ജനങ്ങൾക്ക് വേണ്ടത് വീടാണ്, താമസിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടത് ആരോഗ്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കടലാസുകളിൽ കോടികൾ PMAY എന്ന് പറഞ്ഞ് നിരവധി തവണ ആവർത്തിച്ചതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോണില്ല. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്രിമിറ്റോറിയം ഒക്കെ പലതവണ പറഞ്ഞതാ. ഇത് മുൻപത്തെ ബഡ്ജറ്റ് പുസ്തകം നോക്കി ഉദ്യോഗസ്ഥന്മാർക്കും എളുപ്പമാണ്, അത് നോക്കി ഇങ്ങനെ പകർത്തിയാൽ മതിയല്ലോ. എന്നിട്ട് ഡേറ്റ് തീയതിയൊക്കെ ഒന്ന് മാറ്റി അക്കോ കാലാനുസൃതമായി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ക്രിമിറ്റോറിയം ഇതുവരെ നമുക്ക് പ്രാപ്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ആളുകൾ, ഇതര സമുദായത്തിലെ പല ആളുകളും ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇവിടെ ചെർപ്പുളശ്ശേരി പോലെ വളർന്നു വരുന്ന നഗരത്തിന്റെ എല്ലാ പ്രമാണിത്വവും ഇതിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ എന്ന നിലയിൽ നമുക്കത് അത്യന്താപേക്ഷിതമായി നടപ്പാക്കേണ്ടതാണ്. തുടർന്ന് സംസാരിച്ച ഭരണപക്ഷ കൗൺസിലർമാർ ബജറ്റിനെ പ്രശംസിച്ചപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചു. 121 കോടി നമ്മുടെ വരുമാനം, 94 ചെലവും എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ വാർഷിക പദ്ധതിയിൽ വെറും 21 കോടിയാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെയൊക്കെ നമ്മളത് വിദ്യാർത്ഥികളെ കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു മാച്ച് ഇല്ലാത്ത ഒരു എന്ത് ബഡ്ജറ്റാണെന്ന് തോന്നുന്നത്. മഹാനായ മാർക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ സംബന്ധമായ ഒന്നും ഞങ്ങൾക്ക് അന്യമല്ല, മനുഷ്യ സംബന്ധമായ ഒന്നും ഞങ്ങൾക്ക് അന്യമെന്നും, മനുഷ്യനായി ബന്ധമുള്ള എന്തിനും ഞങ്ങൾ ഇടപെടുന്നു, അതിൽ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞ മാർക്സിന്റെ വരികളെ വളരെ മനോഹരമായി ഈ ഭരണസമിതി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ ജനകീയ ബഡ്ജറ്റിനെ അഭിവാദ്യം ചെയ്ത് പിന്തുണക്കുകയാണ്. അക്കങ്ങളിൽ ഉറപ്പില്ല എങ്കിലും വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുന്നു. ശബ്ദം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉള്ളടക്കം കൂടുതലാണ് എന്ന് കരുതാനാവില്ല. ഉറച്ച സാമ്പത്തിക അടിത്തറ ഇല്ലാതെ വികസനത്തിന്റെ മുഴക്കം വെറും പ്രതിധ്വനി മാത്രമായിരിക്കും എന്നാണ് പൊള്ളയായ ഈ ബജറ്റിനെ കഴിഞ്ഞ കൗൺസിലിൽ ഇരുന്ന് കേട്ടപ്പോൾ ആധികാരികമായും പറയാനുള്ളത്. കുറച്ച് സമയം നമുക്ക് കിട്ടിയത് ബജറ്റ് ആയി നോക്കി കാണാനായിട്ട്. അതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ നഗരസഭയുടെ ബജറ്റ് പൂർണ്ണമാക്കുന്നതിന് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ബജറ്റ് പരിപൂർണമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതിൽ ഇവിടെ വരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് അത് പരിപൂർണമാക്കി നമ്മുടെ നഗരസഭയിലെ ജനങ്ങളുടെ സമൂഹം വികസനത്തിന് വേണ്ടി, സമൂലമായ വികസനത്തിന് വേണ്ടി അത് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ BJP കൗൺസിലർ P. ജയൻ ബജറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന വിമർശനവും ഉന്നയിച്ചു. വാർഷിക ബജറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു അവലോകനം നടത്താനോ മനസ്സിലാക്കാനോ വിശകലനം ചെയ്യാനോ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്താനോ ഭരണസമിതിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് താല്പര്യം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അരമണിക്കൂർ സമയം വിട്ടുകൊടുത്തുകൊണ്ടല്ല ഈ ബജറ്റ് ചർച്ച നടത്തേണ്ടത്. അതിന് കൃത്യമായിട്ട് മിനിമം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും യോഗം ആക്കാൻ, 2 മണിക്കോ 3 മണിക്കോ ബജറ്റ് ചർച്ച വയ്ക്കാൻ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി.